നമസ്തേ. കേരള പാഠാവലിയിലെ മായക്കാഴ്ചകൾ എന്ന 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായ ചിത്രശലഭങ്ങൾ എന്ന കുട്ടികളുടെ നാടകമാണ് നാം ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. പ്ലാവിലത്തൊപ്പികൾ എന്ന സമാഹാരത്തിലെ ഒരു നാടകമാണ് പാഠഭാഗം. സ്വാർത്ഥതയും ഭയവും അഹങ്കാരവും കൊണ്ട് ഭീതിയുളവാക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. തൻകാര്യം നോക്കികളായ ആളുകൾ നീതിബോധമില്ലാതെ എന്ത് അധർമ്മത്തിനും തയ്യാറാകുന്നു. ഇത്തരം ഒരു പ്രതിസന്ധിയിലാണ് ചിത്രശലഭങ്ങൾ പോലെയുള്ള നാടകങ്ങളുടെ പ്രസക്തി. നാടകം പരിചയപ്പെടുന്നതിന് മുൻപ് നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. ജി ശങ്കരപ്പിള്ള. ഇന്ത്യയിലെ നാടക മിഷനറി എന്ന് വിളിക്കാവുന്ന നാടക പ്രചാരകനായിരുന്നു പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. നാടകരചന, സംവിധാനം, അഭിനയം, ദീപക്രമീകരണം, സംഗീതം, ചമയം, രംഗസാമഗ്രികളുടെ നിർമ്മാണം എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലകളും അദ്ദേഹത്തിന് സ്വായത്തമാണ്. ചിറയൻ കീഴിലാണ് ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമി അംഗം, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ, സ്കൂൾ ഓഫ് ഡ്രാമയുടെ പ്രഥമ ഡയറക്ടർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. 1967 നാടക കളരി പ്രസ്ഥാനം തുടങ്ങി. തനതു നാടകവേദിയുടെ പ്രചാരകനായിരുന്നു. കുട്ടികളുടെ നാടകവേദി, തെരുവു നാടകവേദി എന്നിവയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 11 നാടകങ്ങൾ എഴുതി. അവയുടെ സമാഹാരമാണ് പ്ലാവിലത്തൊപ്പികൾ. കൂടാതെ സ്നേഹദൂതൻ, വിലങ്ങും വീണയും, മൃഗതൃഷ്ണ, ബന്ദി, പൂജാമുറി, ഭരതവാക്യം, കറുത്ത ദൈവത്തെ തേടി എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്ത രചനകളാണ്. 1989 അന്തരിച്ചു. നമുക്ക് പാഠം നോക്കാം. ചിത്രശലഭങ്ങൾ. രംഗം 1. കാട്. മരങ്ങളും ചെടികളും ഇടതിങ്ങി വളർന്നു നിൽക്കുന്നതിനിടയ്ക്കുള്ള ചെറിയ ഒരു വെളിംപ്രദേശം. പല ദിക്കുകളിൽ നിന്ന് 5 മാലാഖമാർ കടന്നു വരുന്നു. ആരെയോ തേടി നടക്കുന്ന മട്ടാണ്. ഇടയ്ക്ക് ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് മറുവിളി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. രംഗത്തിന്റെ പിന്നറ്റത്ത് ചെറിയ കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്നതിനിടയിൽ പ്രതിമയായി നൃത്തത്തിന്റെ രീതിയിൽ നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടി. രംഗത്ത് വ്യാപരിക്കുന്നവർ ആരും ആദ്യം അത് ശ്രദ്ധിക്കുന്നില്ല. മാലാഖ 1. എങ്ങും കാണുന്നില്ലല്ലോ, എവിടെയെല്ലാം തേടി? ഒരിടത്തുമില്ല. മാലാഖ 2. കാട്ടുപൂഞ്ചോലക്കരയിൽ. മാലാഖ 3. തേക്കുകാടുകളിൽ. മാലാഖ 4. പുൽമേടിൻ പള്ളത്തിൽ. മാലാഖ 5. പകൽ വെട്ടം വീഴാത്ത തമാല വനങ്ങളിൽ. തമാല വനം എന്നാൽ ഇരുണ്ട വനം. മാലാഖ 1. ഇരുണ്ട ഗുഹാന്തരങ്ങളിൽ. ഗുഹാന്തരങ്ങൾ എന്നാൽ ഗുഹയ്ക്കുള്ളിൽ. മാലാഖ 3. ഇവിടെയും അവിടെയും എല്ലായിടവും തേടി. എല്ലാവരും ഒപ്പം. എങ്ങും 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 ഇല്ല. അവർ കൂട്ടം കൂടി പരസ്പരം നോക്കി തലകൾ നീട്ടി ഉത്തരം തിരക്കുന്ന മട്ടിൽ. മാലാഖ 1. ഇനി എന്താ ചെയ്യുക? വളരെ ദൂരെയല്ലാതെ ഒരു സിംഹത്തിന്റെ ഗർജനം. മാലാഖമാർ ഞെട്ടിത്തിരിയുന്നു. മാലാഖ 5. മൃഗരാജ ഗർജനം. മാലാഖ 3. എനിക്ക് പേടിയാകുന്നു. മാലാഖ 1. ഒരു പക്ഷേ. മറ്റെല്ലാവരും എന്താണെന്നാണ്? മാലാഖ 1. കൊന്നു തിന്നിരിക്കുമോ? മാലാഖ 2 ഭയത്തോടെ. ആര്? മറുപടിയായി വീണ്ടും ഗർജനം. മാലാഖ 4. നാം ഇവിടെ വരേണ്ടിയിരുന്നില്ല. മാലാഖ 1. അവളെ കൂടാതെ തിരിച്ചു പോകാനോ? മാലാഖ 2. അയ്യോ, അത് പാടില്ല. മാലാഖ 4. നമ്മെ വിട്ട് എന്തിനവൾ? മാലാഖ 3. ഒളിച്ചു കളിക്കുകയായിരുന്നില്ലേ? മാലാഖ 4. അതിന് ഈ പെരുങ്കാട്ടിനകത്ത് വന്ന് വേണമോ ഒളിക്കാൻ? മാലാഖ 1. നമുക്ക് വീണ്ടും നോക്കാം. മാലാഖ 3. എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചു നോക്കാം. എന്താ? മാലാഖ 4. ശരി. എല്ലാവരും ചേർന്ന് വളരെ ദൂരെ കേൾക്കാൻ തക്ക വിധത്തിൽ തോഴി തോഴി തോഴി. ആ വാക്കുകൾ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു കേൾക്കുക മാത്രം ചെയ്യുന്നു. പ്രതിധ്വനി മാറ്റൊലി. മാലാഖമാർ നിരാശരായി. മാലാഖ 5. ഇനി എന്തു ചെയ്യും? ഒരു ചിത്രശലഭം. ആ ചിറകുകളും വേഷവുമണിഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടി.
നൃത്തത്തിന് അനുയോജ്യമായ ചലനങ്ങളോടെ അവരുടെ ഇടയിലൂടെ പ്രവേശിക്കുന്നു. മാലാഖ 1, ആ അതാ ഒരു ശലഭം. മാലാഖ 3, ഹാ എത്ര നല്ല നിറം. മാലാഖ 2, മനോഹരം. മാലാഖ 5, ഭംഗിയുള്ള ശലഭം. മാലാഖമാർ ശലഭത്തെ പിടിക്കാൻ ശ്രമിക്കുന്നു. അത് അവരിൽ നിന്ന് തെന്നി മാറുന്നു. അവരുടെ മൊത്തം ചലനങ്ങൾ ഒരു നൃത്തത്തിന്റെ മനോഹാരിത കൈക്കൊള്ളുന്നു. ശലഭം പറന്നു മറയുന്നു. മാലാഖമാർ നിരാശരായി നിൽക്കുന്നു. മാലാഖ 2, പോയി, പറന്നേ പോയി. മാലാഖ 1, വന്ന കാര്യം മറന്ന് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി, അതാ കിട്ടാതെ വന്നത്. നാടകത്തിൻ്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. ധാരാളം മരങ്ങൾ ഇടതിങ്ങി വളർന്ന ഒരു കാട്ടിനുള്ളിൽ ഏതാനും മാലാഖമാർ തങ്ങളുടെ പ്രിയപ്പെട്ട തോഴിയായ ഒരു മാലാഖയെ അന്വേഷിച്ച് നടക്കുകയാണ്. കാട്ടിലെ മൃഗങ്ങളുടെ ഭയപ്പെടുത്തുന്ന ഗർജനങ്ങൾ കേൾക്കുമ്പോൾ ആ മാലാഖമാർക്ക് പേടി തോന്നുന്നുണ്ട്. എങ്കിലും തങ്ങളുടെ തോഴിയെ കൂടാതെ മടങ്ങിപ്പോകാൻ അവർക്കാവുന്നില്ല. വളരെ ദൂരം ചെന്നപ്പോൾ അവർ അതിസുന്ദരിയായ ഒരു ചിത്രശലഭത്തെ കാണുന്നു. മാലാഖമാർ അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് തെന്നി മാറിക്കൊണ്ടിരിക്കുന്നു. കൂട്ടുകാരിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യം മറന്ന് ശലഭത്തിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് അതിനെ പിടിക്കാൻ പറ്റാത്തത് എന്ന് മറ്റൊരു മാലാഖ പറയുകയാണ്. നാടകത്തിന്റെ ഇതുവരെയുള്ള ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും പാഠം നന്നായി വായിച്ചു നോക്കുക. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.